വെള്ളത്തിന് ബാക്കിയത്ത് വീണു. ഓ അവന്റെ നാക്ക് പൊങ്ങിയല്ലോ. ആഹാ എടാ നീ ഇത് കേക്ക് ഇങ്ങോട്ട് നോക്കടാ മോനെ. ഞാൻ അങ്ങോട്ട് നോക്കി ആട്ടോ ആരോ ഒട്ടിക്കും. നീ എന്നാ നേരെ നോക്കി ആട്ടോ ഓടിച്ചിട്ട് നിന്റെ ചെവി മാത്രം ഇങ്ങോട്ട് തന്നാ മതിയോ? ഇന്നലെ രാത്രിയില് പാതിരാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോണ്ടല്ലോ ഇവൻ എന്റെ വീടിന്റെ പാതുക്ക വന്നിട്ട് മാക്കുന്നു പട്ടി കരയുന്ന പോലെ ഇന്ന് കരയുവാ. എന്റെ പെണ്ണുമ്പിള്ളട്ടാന്ന് പറഞ്ഞോളൂ. എടാ ഇവിടെ ഈ കരയുന്നത് നാട്ടുകാരെങ്കിലും കേൾക്കുവാണെന്നുണ്ടെങ്കിൽ ആ നാട്ടുകാർ വിചാരിക്കത്തില്ലേ ഞാൻ ഇവന്റെ പെണ്ണുമ്പിള്ളനെ അടിച്ചോണ്ട് പോയെന്ന്. പറഞ്ഞു വന്നപ്പോ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ മോളെ അവിടുന്ന്. പക്ഷെ അത് തന്നെ അത് മാത്രമാണോ അവിടുന്ന്. ഞാൻ അവസാനം നിന്റെ ഓട്ടോയും പിടിച്ചിട്ട് ഇവനെയും കൂട്ടിക്കൊണ്ട് ഞാൻ പിന്നെ ഇവളുടെ വീട്ടിൽ ചെന്നിട്ട് അവളുടെ കൈ പിടിച്ചു കാല് പിടിച്ചു എവിടെയൊക്കെ പിടിച്ചത് എനിക്ക് പറഞ്ഞു വന്നപ്പോ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ. അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നവൻ ഇച്ചിരി വെള്ളം വീണപ്പോ അവൻ എന്നെ വിളിച്ചു കേട്ടോടാ മാമാ കൂമാന്ന്. എടാ ഓട്ടോയിൽ കാത്തിരുന്ന് വെള്ളം കൊടുക്കുമ്പോഴത്തേന് ഇച്ചിരി വെള്ളമൊക്കെ തെളിച്ചെന്നിരിക്കും. അതൊക്കെ സഹിച്ചു അവിടുന്ന്. ഈ വെള്ളം അല്ലേ പ്രശ്നം, അതിവിടെ കിടക്കട്ടെ. ഞാൻ പറഞ്ഞ നേരത്തെ ഓർമ്മയുണ്ടല്ലോ, ഇങ്ങേരുടെ വീട്ടിന്റെ ഫ്രണ്ടിലെങ്ങാണം ഏതെങ്കിലും മൃഗങ്ങൾ വന്നു കഴിഞ്ഞാ ഞാൻ അന്നേരം എന്റെ വീട്ടിൽ പോകും. വേണമെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിലൊന്ന് നിന്നാ മതി. എന്റെ പട്ടി വരും. ഓ നിങ്ങളെ വീട്ടില് പട്ടിയൊന്നുമല്ലല്ലോ വരുന്നത്, കടുവയും മാനയും പുലിയും ഒക്കെ അല്ലേ കേറി കിടക്കണത്. താമസിച്ചാ മതി. എന്തോ പറഞ്ഞത്? നീ എന്തോ പറഞ്ഞത്? ആകപ്പാട് 3 വീലിനകത്തും പാട്ടക്കകത്തോടെ സാധനമാണ്.